അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിലും ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പരമാവധി വോയിസ് കയറ്റി വെച്ചിട്ട് കാണാൻ നോക്കണം. കാരണം ഞാൻ മൈക്കൊന്നും ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ മാക്സിമം വോളിയത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ സൗണ്ട് കൂട്ടി വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പ്രൊഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് തൃശ്ശൂർ ടൗൺ വരെ പോയിട്ട് കുറച്ചധികം ഐറ്റംസ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമേ ഇല്ല. പിന്നെ നിധിയേട്ടൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിക്കൂല. അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഓൺലൈൻ പർച്ചേസ്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യുന്നൊരു കാര്യമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാവുമ്പോൾ. അപ്പം ഞാൻ കുറേ റിവ്യൂസും റൈറ്റിങ്ങും കുറേ പരതിയാണ് ഐറ്റംസ് നോക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ പുറത്ത് പോയി ഐറ്റംസ് മേടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മിക്കതും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എൻ്റെ ഡെലിവറിക്ക് ശേഷമായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് 9-ാം തീയതിയാണ് കേട്ടോ. മെയ് 12-ാം തീയതി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അഡ്മിഷനല്ല, പക്ഷെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് PV ഉണ്ട്. സോ അത് കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. റിസീവിങ് ടവൽ എന്നൊക്കെ പറയില്ലേ, നമുക്ക് കുഞ്ഞുമാവേനെ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഉള്ള ആ സംഭവമില്ലേ. അപ്പോൾ ആ സാധനമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പരമാവധി നിങ്ങൾ വോയിസ് കയറ്റി വെച്ചിട്ട് കാണണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരെണ്ണം നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഞാനിത് കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. ഈ സംഭവമില്ലേ, ഇതാണ് കേട്ടോ. നിങ്ങൾ ഓൺലൈനായിട്ട് ഇത് വാങ്ങിച്ചെന്ന് കരുതിയിട്ട് ക്വാളിറ്റിക്ക് ഒരു പ്രയാസവും ഇല്ല കേട്ടോ. അതായത് ക്വാളിറ്റി നല്ല പോലെ ഉണ്ട്. ഞാൻ ഓൾറെഡി വേറെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു 200 രൂപ അറൗണ്ട് അത്രേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ നിവർത്തി കാണിച്ചു തന്നത്. അപ്പൊ ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ അവിടെ അപ്പുറത്തെ അമ്മ അലക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ടും കൂടെ ഉണ്ടാവും കേട്ടോ. ഡൈപ്പറാണ് ഇത്. കഡിൽസിന്റെ ഡൈപ്പറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം റൈറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ കഡിൽസിന്റെ ഡൈപ്പറിന് നല്ല റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു 250 രൂപയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടേ കുറച്ച് വേറെ പാക്കറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ. ന്യൂ ബോൺ സൈസാണ്. 36 പീസാണ് വരുന്നത്. 250 രൂപയ്ക്കുള്ളിലാണ് കേട്ടോ വരുന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കഡിൽസിന്റെ തന്നെ വെറ്റ് വൈപ്സ് ആണ്. കഡിൽസിന്റെ തന്നെ വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതിന് നല്ല റൈറ്റിങ്ങും റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് വാങ്ങിച്ചിട്ട്. ഇത് എനിക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണത്തിൽ 72 പീസ് വരുന്നുണ്ട്. അങ്ങനത്തെ 3 എണ്ണം ഒരു 150 രൂപയ്ക്കുള്ളിലാണ് കിട്ടിയത്. അങ്ങനത്തെ 3 എണ്ണം 150 രൂപയ്ക്കുള്ളിൽ 216 പീസസ് ഉണ്ട് 3 എണ്ണത്തെയും കൂടിയിട്ട്. അപ്പൊ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പരമാവധി വോയിസ് കേട്ടു വെച്ചിട്ട് വേണ്ടിട്ട് നിങ്ങൾ കാണാനായിട്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മിട്ടൻസ് ബൂട്ട്സ് ക്യാപ് സെറ്റ് ഇല്ല, അതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതി. ഇങ്ങനത്തെ സംഭവമില്ലേ, ഇത് ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു 150 രൂപയോ 140 രൂപയോ അത്ര അങ്ങോട്ടാ വന്നിട്ടുള്ളൂ കേട്ടോ. ഇത് വാങ്ങിയത് മൊത്തം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ സംഭവമില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ട് വെച്ചേക്കാം, നമ്മ പോവത്തില്ലല്ലോ. ഇപ്പം ഞാനിതൊക്കെ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ ഇതല്ലാത്ത ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ.
പിന്നെ വാങ്ങിയിട്ടുള്ളത് ഡ്രൈ ഷീറ്റാണ്. ആദ്യം ഞാൻ വാങ്ങിയത്, എനിക്ക് ഈ ഡ്രൈ ഷീറ്റ് വാങ്ങുമ്പോൾ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് സൈസ് വാങ്ങണം. നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പം നമുക്ക് സൈസിനെ പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് സ്മോൾ വാങ്ങിക്കണോ മീഡിയം വാങ്ങിക്കണോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സ്മോൾ സൈസാണ് കേട്ടോ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ ഇത്രേ കാണുന്നുണ്ടോ, അത്രേ വരുന്നുള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോൾ നിധിയേട്ടൻ പറഞ്ഞു ഇത് അറ്റ് എ ടൈം നമുക്ക് യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, ആള് വലുതായി കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ വെറുതെ സ്മോൾ സൈസ് ഇനി മേടിക്കണ്ട. അങ്ങനെ ഞാൻ വേറെ മീഡിയം സൈസ് വാങ്ങിച്ചു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മീഡിയം സൈസ് വാങ്ങിച്ചത്. മീഡിയം സൈസ് നല്ല വലിപ്പമുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് കേട്ടോ വിചാരിക്കുന്നത്. മീഡിയം സൈസ് വാങ്ങിച്ചു. അപ്പൊ സൈസിന് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ മീഡിയം വാങ്ങിച്ചാൽ മതി. സ്മോൾ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ഞാൻ ആഫ്റ്റർ എന്ന് പറയുന്നത് ബിഫോർ യൂസ് നമ്മൾ ഡെറ്റോളിലൊക്കെ മുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് അവർ തന്നെ പറയുന്നുണ്ട് യൂസ് ചെയ്യണ മുമ്പ് കഴുകണം എന്നുള്ളത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പിന്നെ ഈ മീഡിയം സൈസ് ഞാൻ പറഞ്ഞില്ലേ, ഈ മീഡിയം സൈസ് ഡ്രൈ ഷീറ്റ് വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ മീഷോന്ന് വാങ്ങിയെന്ന് കരുതിയിട്ട് ക്വാളിറ്റിക്ക് ഒന്നും കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് മീഷോ തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ മീഷോന്ന് ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് ക്വാളിറ്റിയിൽ കുറച്ച് കുറവുണ്ട് അതൊന്നും വിചാരിക്കേണ്ട. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്. അങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഡിയത്തിൻ്റെ 2 എണ്ണം, സ്മോളിൻ്റെ 1 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്മോൾ സൈസ് ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഡ്രൈ ഷീറ്റിന് ഒരു 125 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് അറൗണ്ട് 200 അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് റേറ്റ് വരും കേട്ടോ. ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത കാരണമാണ് 200 മീഷോന്ന് കിട്ടിയത്. പിന്നെന്താ വാങ്ങിച്ചേ, ഇത് ഉണ്ണിക്കുള്ളതല്ല, ഇത് മറ്റേ മെറ്റേണിറ്റി പാഡില്ലേ കാണുന്നുണ്ടോ, ഇത് മെറ്റേണിറ്റി പാഡ് 1 എണ്ണം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിന്റെ പാഡ് ഫിക്സറും. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 385. ഏറ്റവും കൂടുതൽ റേറ്റ് ഇതിനാണ്. ഇത് 385 രൂപ. ഇത് ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ണിക്കല്ല, എനിക്ക് വാങ്ങിയതാണ്. പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇത്ര ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്ര ഐറ്റംസ് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീണ്ടും ഞാൻ പറയണേ, ഫോളി നന്നായി കേക്ക് വെച്ചിട്ട് കാണാം, അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല. ഞാൻ എന്റെ പരമാവധി വോയിസ് ഇട്ടിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, മറ്റേ നെറ്റ് ബെഡ്. അത് മീഷോന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, അത് 4-ാം തീയതി വരുന്ന പറഞ്ഞു. അതായത് മെയ് 4-ാം തീയതി. മെയ് 4-ാം തീയതി വരുന്നു പറഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ അത് മെയ് 7-ാം തീയതി വരുന്നു പറഞ്ഞു. പിന്നെ 7-ാം തീയതി നോക്കിയപ്പോൾ അത് അൺഡെലിവേർഡായി. അതങ്ങനെ പോയി. എന്നിട്ട് ഞാൻ വീണ്ടും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എന്നാ മെയ് 14-ാം തീയതി അങ്ങോട്ടാണ് വരുന്നത്. ഞാൻ മെയ് 12-ാം തീയതി ഹോസ്പിറ്റലിൽ പോകും. ജസ്റ്റ് PV ചെക്കിങ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് തന്നെ അഡ്മിറ്റ് ആക്കുകയോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അത് മെയ് 14-ാം തീയതി വരെ. അതും കൂടെ ഇതിലുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് വേണ്ടവർ, അതായത് പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ ലിങ്ക് ട്രീയിൽ കൊടുക്കാം. വേണമെന്നവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, വേണ്ടുന്നവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എന്നെ പോലെ പുറത്ത് പോയി ഐറ്റം വാങ്ങാൻ പറ്റാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ വീഡിയോയിലൊപ്പം പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അല്ലാത്തൊരു നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ ബയോയിൽ പോവുക, അതിൽ അവിടെ ലിങ്ക് ട്രീ ഉണ്ടാവും. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കിയാൽ മതി. നല്ല പ്രൊഡക്റ്റുകളാണ്. പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താണോ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് ഇരുന്നപ്പോൾ ആള് സഹകരിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ അധികം നേരം ഒന്നും ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സമ്മതിക്കാത്ത ആളാണ്. നോക്കുമ്പോൾ എന്താണോ സഹകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യം, എൻ്റെയും ഭാഗ്യം. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മെയ് 8-ാം തീയതി. 8 അല്ലെന്ന്, അതെ 8 ഇന്ന് 9-ാം തീയതിയാണ്. 9-ാം തീയതിയാണ് അല്ലേ, ഇന്ന് 9 തന്നെയാ.
അപ്പോൾ ഇത് മിക്കത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം എൻ്റെ ഫാമിലി അത്ര ഫോർവേഡ് ഒന്നുമല്ല. ഇത്ര അധികം ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവ് പറയാൻ കുറച്ചധികം ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് നോക്കില്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പഴയ ആൾക്കാരല്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.